ബർത്ത്ഡേ ഗേളോ? ഹാപ്പി ബർത്ത്ഡേ. നീ എന്നെ ഒരിക്കൽ വിഷ് ചെയ്തല്ലേടാ? ഇന്നത്തെ പാർട്ടിയുടെ കാര്യം മറക്കണ്ട, എത്തിക്കോണം. അത് ഫോണിലൂടെ അല്ലേ? പാർട്ടിക്കൊക്കെ എത്തും. കറക്റ്റ് ടൈം ആയിരിക്കും. എന്നാ ഓക്കെ. പിന്നെ ഋതുവിനെയും കൊണ്ടുവരണേ. നമ്മളോട് പറഞ്ഞായിരുന്നു, എന്നാലും നിന്നെ കണ്ടപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തന്നത്. ഇതാരാ? ഓ, പരിചയപ്പെടുത്തിയില്ലല്ലേ? ഇത് കുക്കി. അല്ലല്ല, എന്തോ അരുവി. ഞങ്ങൾ കുക്കി എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ അടുത്ത് വാടകയ്ക്ക് താമസിക്കാൻ വന്നു എന്ന്. അവരാ. അപ്പോൾ കുക്കി നമ്മുടെ കൂടെ, നമ്മുടെ ക്ലാസ്സിൽ. ഹായ് അരുവി, ഐ എം നില, കർത്തിയുടെ ഫ്രണ്ടാണ്. ഹായ് നില ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ് ഡാ. പിന്നെ ഇന്ന് നൈറ്റ് പാർട്ടി ഉണ്ട്, അപ്പം അങ്ങ് വരണേ. നൈറ്റോ? സോറി, അത് നടക്കുമെന്ന് അറിയില്ല. വീട്ടിൽ നിന്ന് വിടാൻ ചാൻസ് കുറവാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ടല്ലേ, അപ്പോൾ രാത്രിയൊക്കെ വിടുന്നത് പാടായിരിക്കും. എനിവേ യു ഗൈസ് എൻജോയ്. അങ്ങനെ പറഞ്ഞെങ്ങനാ? ഇവരുടെ വീടിനടുത്താന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഇവർ കൂടെ ഉണ്ടെന്ന് പറ, അപ്പോൾ വിടില്ലേ? ഋതുവൊക്കെ വരുമല്ലോ, അപ്പോൾ അവരുടെ കൂടെ പോര്. ഓക്കെ നില, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, പക്ഷേ ശ്രമിക്കാം. ഒന്നുമില്ലടി, കുക്കി വരും. അവളെ ഞാൻ കൊണ്ടുപോകുന്നോളാം. അപ്പോൾ ഓക്കെ, എന്നാ വാ ക്ലാസ്സിലോട്ടോ. ഓക്കെ, നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ സമ്മതിക്കത്തില്ല. ഒന്നാമത് അറിയാത്ത നാടാ, അവിടൊക്കെ രാത്രി ഇപ്പം വിടാൻ തന്നെ. അമ്മ പ്ലീസ്, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഋതുവൊക്കെ ഉണ്ട്. പ്ലീസ് മാ, പ്ലീസ് പ്ലീസ്. ആരുണ്ടെങ്കിലും ശരി, ഇനി കിടന്ന് മുങ്ങണ്ട. ഒരു കാര്യം ചെയ്യും, നീ ആദ്യം വിളിച്ചോണ്ട് നോക്കോ, അവനും കൂടെ വരാമെങ്കിൽ ഓക്കെ. ഓക്കെ അമ്മ, താങ്ക്സ്. ചേട്ടനെ അത് ഞാൻ സെറ്റായിക്കോളാം. അധികം ലേറ്റ് ആവാനൊന്നും നിൽക്കണ്ട, സൂക്ഷിച്ച് പോയോ. വാ ചേട്ടാ, പെട്ടെന്ന് റെഡിയാവും, നമുക്കൊരു പാർട്ടിക്ക് പോവാം. പാർട്ടിയോ? ഏത് പാർട്ടി? യാ പാർട്ടി, അതെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി. ഇപ്പം എന്നെ ഇൻവൈറ്റ് ചെയ്തു, അപ്പോൾ അമ്മ പറഞ്ഞു ചേട്ടനുണ്ടെങ്കിൽ പൊക്കോളാൻ. പ്ലീസ് പോവാം. എടി, നീ ഇന്ന് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് ഫ്രണ്ട്സും നോക്കിയായി പാർട്ടിയുമായി. എന്തല്ലേ? അതാണ് ഇപ്പം ഇവിടുത്തെ വിഷയം. പ്ലീസ്, അത് കാർത്തിയുടെ ഫ്രണ്ടാണ്, അപ്പോൾ ആ വഴി ഞങ്ങൾ പെട്ടെന്ന് കൂട്ടായി. എൻ്റെ അടുത്ത് വരണേന്ന് പറഞ്ഞു, ഞാൻ ഇല്ലയെന്ന് പറഞ്ഞാ, പക്ഷെ ഫോഴ്സ് ചെയ്തു. അപ്പോൾ പിന്നെ ഇനി പോണ്ടേ. എന്നാലും നിന്നെയല്ലേ വിളിച്ചേ? അവിടെ ഞാൻ വരുന്ന മോശമല്ലേ? നീ പൊക്കോ, ഞാൻ അമ്മയുടെ അടുത്ത് വേണേ പറയാം. ഇല്ല ചേട്ടാ, ചേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടനല്ലേ ചേട്ടാ, അപ്പോൾ പിന്നെ ചേട്ടൻ വരുന്നതിൽ ഒരു തെറ്റുമില്ല. ചേട്ടൻ്റെ പെങ്ങളുടെ കൂടെ അല്ലേ. ഇനി അമ്മ വീടാനൊന്നും അല്ല. പ്ലീസ് പെട്ടെന്ന് റെഡിയാവും. മതി മതി, എനിക്ക് വല്ലാണ്ടങ്ങ് സുഖിച്ചു. എന്നാ വാ പോവാം. ഹാപ്പി ബർത്ത്ഡേ നില, രാവിലെ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. നില, ദിസ് ഈസ് മൈ ബ്രദർ ആദിത്യൻ, എൻ്റെ ആദി ചേട്ടൻ. താങ്ക് യു. ഹായ് ചേട്ടാ. എവിടെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലല്ലോ? ഞാൻ അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല, ജസ്റ്റ് നിങ്ങളെ മാത്രം വിളിച്ച് ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ പാർട്ടി ആയിട്ടോ അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഹേ ബർത്ത്ഡേ ഗേൾ, ഇവിടെ ഞങ്ങൾ നിൽപ്പുണ്ട്, ഞങ്ങളെയും ഒന്ന് മൈൻഡ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് കേക്ക് കട്ടിങ്ങിലോട്ട് പോവാം. നീ ഇവിടുത്തെ അല്ലേടി, ഇനി പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യാൻ എന്തോന്ന്? ഇവരെ ന്യൂക്കമേഴ്സ് അല്ലേ, അപ്പം നമ്മളൊന്ന് വെൽക്കം ചെയ്യണ്ടേ. ഓക്കെ വാ, കേക്ക് മുറിക്കാം.
ഓക്കെ ഗൈസ്, ലെറ്റ്സ് പ്ലേ സംതിങ് മോർ ഇൻട്രസ്റ്റിംഗ്. യാ ഓക്കെ. എന്താ ഇപ്പം കളിക്കുക? എനി ഐഡിയ? നമുക്ക് ട്രൂത്ത് ആൻഡ് ഡെയർ കളിച്ചാലോ? ഏയ് കാർത്തി, നമുക്ക് ചുമ്മാ നോക്കാടോ. രസമായിരിക്കും. ഓക്കെ സെറ്റ്. അപ്പം നമുക്ക് കളിക്കാം. അപ്പം ആരാന്ന് വെച്ചാൽ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. ഓക്കെ, ഞാനാണ് ചോദിക്കുന്നത്. ട്രൂത്ത് ഓർ ഡെയർ? ഓഫ് കോഴ്സ് ഡെയർ. ഡെയർ. ഒരു ഡാൻസ് കളിച്ചേ. ചേട്ടാ, നിങ്ങൾ പൊളി, ഇത്രയും കിട്ടിലായിട്ട് കളിക്കുമായിരുന്നു. കലക്കി. ഇതൊക്കെ എന്ത് ആദിയുടെ ഒരു കലാവിരുതുകൾ നിങ്ങൾ കാണാൻ പോകുന്നില്ലല്ലോ. ഹായ്, അടുത്തരാം. ഇന്ന് ഞാൻ കസറും. ഓക്കെ കുക്കി, പറഞ്ഞോളൂ. ട്രൂത്ത് ഓർ ഡെയർ? നൈസ്. ട്രൂത്ത്. ഇങ്ങനെ ട്രൂത്ത് ഒന്നും സെലക്ട് ചെയ്യാതെ ഡെയർ പറ. അതൊക്കെയല്ലേ ഇതിന്റെ രസം. ഞാൻ ഡെയർ പറയില്ല മോളെ. ഓ, വലിയ സത്യസന്ധ വന്നിരിക്കുന്നു. ഇപ്പൊ എന്താ നിന്നോട് ചോദിക്കാ? ലെറ്റ് മീ തിങ്ക്. നീ ഇതെന്ത് എക്സാമിന് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നു? എന്തെങ്കിലും ഒന്ന് ചോദിക്കടി. ഒന്ന് ചാവാതെ ഞാൻ ചോദിക്കാം. ഓക്കെ കുക്കി. കുക്കിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു നിൽക്കുന്നത്. കുക്കിക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഇതായിരുന്നോ? ഇതൊരുമാതിരി ക്ലീശൽ ചോദ്യമായിപ്പോട്ടോ. എനിക്കങ്ങനെയൊന്നുമില്ല. ആരോടും ആ ഒരു രീതിയിലുള്ള ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല. ഓക്കെ, പൂച്ചയ്ക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. വാ, ബാക്കി കളിക്കാം. ഏയ് കാർത്തി, താനെന്താടോ ഭയങ്കര മൂഡ് ഔട്ട് പോലെ? ഒന്നും മിണ്ടുന്നൊന്നുമില്ലല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നിയാവും. ഹായ്, ഇന്നത്തെ ദിവസം എന്തായാലും കൊള്ളാം. പണികളൊക്കെ കൊടുക്കാനായിട്ട് എനിക്ക് കിട്ടുന്നു. കാർത്തിച്ചേട്ടാ, ട്രൂത്ത് ഓർ ഡെയർ? ഇതൊന്നും വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞ. ഡെയർ. ഓക്കെ കാർത്തിച്ചേട്ടാ, ഇവിടെ ആരെങ്കിലും കൂടെ ഒരു കപ്പിൾ ഡാൻസ് കളിച്ച് കാണിക്കും. ഋതു, സോറി, അത് വേണ്ട. അത് ശരിയാവില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തുകൊണ്ട് ശരിയാകത്തില്ല? ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. ഡെയർ എന്ന് പറഞ്ഞാൽ ഡെയർ ആണ്, ചെയ്തേ പറ്റൂ. പ്ലീസ്. ഹേ ബ്രോ, ഓക്കെ അല്ലേ നീ? ഇല്ല ബ്രോ, ഞാൻ ഓക്കെയാണ്. പെട്ടെന്ന് എന്തൊക്കെയോ അത് സാരില്ല. ഋതു വാ കളിക്കാം. ഞാനോ? ഞാൻ ടാസ്ക് തന്നാണല്ലേ, ഞാൻ വേണ്ട. ഒരു കാര്യം ചെയ്യും, കുക്കി ആയിട്ടായിക്കോ. കുക്കിയോ? അതൊന്നും ശരിയാവില്ല. കുക്കി അതൊന്നും ഇഷ്ടാവില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല കാർത്തി, ജസ്റ്റ് ഫൺ അല്ലേ. ലെറ്റ്സ് ഡു ഇറ്റ്. വേണ്ടേ? കുക്കിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഏട്ടനെ ഇനി എന്താ? ഇനി ഒരു പ്രശ്നമില്ലല്ലോ. എന്നോക്കെ കളിച്ചോ. എല്ലാം ഞാൻ വിചാരിച്ച കണക്ക് നടന്നാൽ മതിയായിരുന്നു. ഹലോ ഋതു. ഹലോ ചേട്ടാ, നിങ്ങൾ എപ്പോഴാ വരിക? ഞങ്ങൾ ഉടനെ വരൂടി. പിന്നെ അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇവിടെ എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നവുമില്ല. പിന്നെ കാർത്തി, അവനിപ്പോ എങ്ങനെ? ഓക്കെ ആയോ? ചേട്ടന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന വിധം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചില നേരം തോന്നും പഴയതുപോലെ ആയെന്ന്, ചില നേരം വേറൊരു രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. എനിക്കറിയില്ല. ഇപ്പോഴും
ഒന്നും പൂർണ്ണമായിട്ട് മറന്നിട്ടില്ല എന്തായാലും. ചേട്ടനൊന്ന് പെട്ടെന്ന് വാ. നീ എപ്പോഴും അവൻ്റെ കൂടെ കാണണം. അവൻ്റെ കൂടെ അടിയോടിയും കളിച്ചും ചിരിച്ചും എപ്പോഴും അവൻ്റെ കൂടെ തന്നെ കാണണം. അവനെ ഒറ്റയ്ക്കാക്കി അങ്ങ് വിടരുത്. എപ്പോഴും എൻഗേജ്ഡാക്കി കൂടെ തന്നെ കാണണം. ജോലിയിലൊക്കെ ഞാൻ നല്ല വൃത്തിക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മനസ്സിൽ കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ട്, നോക്കട്ടെ. എന്നാൽ ശരി, നീ പോയി കിടന്നു. ഞാൻ ഉടനെ വരും. ഓക്കെ ചേട്ടാ, ഗുഡ് നൈറ്റ്. ഹേയ് നില. ഹാ കുക്കിയോ? ബാബാ. ഇന്നലെ അമ്മ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ ഉള്ളതുകൊണ്ട് സീനില്ലായിരുന്നു. കാർത്തിയും ഋതുവും കൂടെ ഓഫീസിലാന്ന് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല, എങ്ങോട്ട് പോയേക്കുന്നു. എൻ്റെ അടുത്ത് ക്ലാസ്സിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. ആണോ? ഓക്കെ, എന്നാ അവൻ വന്നോളൂ. ബാ നമുക്ക് പോവാം. ഹേയ് ഗേൾസ്, ഒന്നവിടെ നിന്നെ. ഈ കുട്ടി ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നോട്ട് വിഷൻ ആണല്ലേ? അതെ ചേട്ടാ, ഞാൻ പി ജിക്കാണ് ഇവിടെ വന്നത്, ഫസ്റ്റ് ഇയർ. കുറച്ച് ലേറ്റ് ആയല്ലോ വരാൻ. സാരമില്ല, പരിപാടികളൊക്കെ ഇനി തുടങ്ങാൻ പോകുന്നേനേയുള്ളൂ. ഓക്കെ, വാ പോവാം. അല്ല, എന്ത് പേര് പറഞ്ഞേ? കൂക്കിയോ? എന്താന്നില്ല ഇത്, നമ്മൾ തമ്മിൽ അറിയാമെന്ന് വെച്ച് ഈ കുട്ടിക്ക് അറിയില്ല. ഞങ്ങളൊന്ന് പരിചയപ്പെടട്ടെന്ന്. പേരെന്താ കുട്ടി? ചേട്ടാ, എൻ്റെ പേര് അരുവിന്ന്. പിന്നെ കുക്കി എന്നുള്ളത് നിക് നെയിമാ. അരുവി, നൈസ് നെയിം. ഇത്രയും നല്ല പേരുണ്ടായിട്ടാണോ ചുമ്മാ കൂക്കി എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്നത്? കുക്കി വന്നേ, വാ നമുക്ക് പോവാം. എന്തോന്നില്ല നിനക്ക് ഇത്ര വെപ്രാളം. ഞങ്ങൾ പരിചയപ്പെട്ട് വരുന്നില്ലേ ഉള്ളൂ, അതിനുമ്പ് അങ്ങ് പോയാലോ? ഹലോ, ശരി, ഞാനോട് പറയാം. അവര് അവിടുന്ന് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അധികം ഇവിടെ നിന്ന് സീൻ വഷളാക്കണ്ട. വിട്ടേക്ക് പോവാം. എന്നാ ഓക്കെ, മക്കള് ചെല്ലും. ചേട്ടൻ പിന്നെ കണ്ടോളാം കേട്ടോ. കുക്കി, ഇനി അവരിങ്ങനെ വിളിച്ചാൽ നീ പോയി നിന്ന് സംസാരിക്കാനൊന്നും നിൽക്കേണ്ട കേട്ടോ. അവരത്ര നല്ലതൊന്നുമല്ല. ആ ടീം ഫുൾ ഫ്രോഡാണ്. ഹേയ് കുക്കി, എന്തുവായിരുന്നു അവിടെ സ്റ്റീഫനുമായിട്ട്? നില, എന്തായിരുന്നു അവിടെ? ഓ, അത് നമ്മുടെ സ്റ്റീഫൻ സാറേ പരിചയപ്പെടാൻ വന്നതാണ് പോലും. അവക്കറിയാത്തതുകൊണ്ട് ചേട്ടാന്ന് വിളിച്ചുകൊണ്ട് നിന്നവള് സീനിയറാന്ന് വെച്ചിട്ട്. അയ്യോ, അപ്പോൾ അത് സീനിയറും അല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ കരുതി സീനിയറായിരിക്കുമെന്ന്. സീനിയറല്ല, മണ്ണാങ്കട്ട. അവൻ നമ്മുടെ പ്രായം തന്നെ. ഇവിടെ PG ഫസ്റ്റ് ഇയർ, വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നേ ഉള്ളൂ. പക്ഷെ അവൻ്റെ ജാടയും പഠിത്തയും കണ്ട അവ ഇവിടുത്തെ ഹെഡ് മാസ്റ്ററാണെന്ന് തോന്നുന്നു. പിന്നെ കുക്കി, ഇനി ആ ഗ്യാങ്ങുമായിട്ട് എടുക്കാൻ നിൽക്കണ്ട. അവർ വന്നാൽ നീ അവിടുന്ന് നൈസിന് മാറിയേക്ക്. അധികം സംസാരിച്ചിരിക്കാനൊന്നും നിൽക്കണ്ട, അവരത്ര ശരിയല്ല. ഓക്കെ ഓക്കെ. നില, എനിക്ക് എന്തേലും മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താണിത്? എനിക്കിവിടെ ഉറക്കം വന്നിട്ട് വയ്യ. എൻ്റെ പെണ്ണെ, നീ പറഞ്ഞു എന്നെയും കൂടി ഇപ്പോൾ ഉറക്കിയിടല്ലേ. ഞാൻ തന്നെ ഇവിടെ കൺട്രോൾ ചെയ്തായിരിക്കുന്നത്. ദോ അവിടെ ഒരുത്തി ഇരിക്കുന്നുണ്ടോ? എന്താ ശ്രദ്ധ. കാർത്തി ഭയങ്കര പഠിപ്പിയാണല്ലേ. പഠിപ്പിയാണോന്നോ? അതിൻ്റെ തല എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കും. ഇരുത്ത കണ്ട അറിഞ്ഞൂടെ, കാട്ടുപുജിയാണ്. ക്ലാസ് ടോപ്പറാണ്. എപ്പോഴും കിട്ടാറില്ല, ചിലപ്പോൾ സെക്കൻഡായി പോകും. അതിന് കാരണം വേറൊരാളാണ്. അവൻ്റെ കാര്യമാണ് പറയേണ്ടത്. ആര്യൻ. അവനെ കണ്ടാൽ പറയൂല അവൻ ഇത്രയും തലയുണ്ടെന്ന്. സകലമാന പ്രശ്നങ്ങളിലും ഉണ്ട്, അലമ്പത്തരവും എല്ലാം ഉണ്ട്. അവനും അവൻ്റെ ഫ്രണ്ട്സും എല്ലാം അങ്ങനെ. പക്ഷേ ഇവരൊക്കെ എങ്ങനെ പഠിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അവൻ്റെ ഗ്യാങ് മൊത്തം പുജികളാണ് കേട്ടോ. അവരുടെ കാര്യമാണ് ഷോക്കിങ്. ക്ലാസ്സിൽ അങ്ങനെ കയറത്തില്ല. എല്ലാ പ്രശ്നങ്ങളും കാണും, സകല പരിപാടിയും കാണും, എല്ലാ ഉടായ്പും കയ്യിലുണ്ട്. എന്നാൽ മാർക്ക് വരുമ്പോഴോ എല്ലായിടത്തിനും അങ്ങേയറ്റത്തെ മാർക്കും. ചിലപ്പോഴൊക്കെ ഈ കാർത്തിയുടെ സ്ഥാനം പോകുന്നത് ആര്യം കാരണമാണ്. അതേസമയം കാർത്തിയെ കണ്ടാലേ അറിയാം, നല്ലൊരു അച്ചടക്കവും ഒക്കെ ഉള്ളൊരു പയ്യൻ. വരുന്നു, പഠിക്കുന്നു, പോകുന്നു.
ആകെ അവൻ മിണ്ടുന്ന എൻ്റെ അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിൽ. ഇപ്പം താനുമായി. അങ്ങനെ അധികം ഫ്രണ്ട് സർക്കിളോ ഒന്നുമില്ല. പിന്നെ ലിഷുവിനൊക്കെ ശേഷം കുറച്ചും കൂടെ അങ്ങ് സൈലൻ്റ് ആയ ആൾ. ആര്യനോ? അതാരാ? പിന്നെ കാർത്തിക് എന്താണ് പ്രോബ്ലം? അതെ, നിങ്ങൾക്ക് രണ്ടിനും ക്ലാസ് വേണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടണ്ട, ഇറങ്ങി പോവാം. അല്ല, ഇവിടെ ഇരിക്കാനാണെങ്കിൽ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. സോറി സാർ, സോറി. ഇനി മിണ്ടായിരുന്നു ഉറങ്ങാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. മോളെ എണീക്ക്, സാറ് പോയി. ഓ പോയോ? നല്ല കാര്യം. നമുക്കെന്നാ ക്യാൻറ്റീനിൽ പോയാലോ? ഓക്കെ വാ. കാർത്തി, ക്യാൻറ്റീനിൽ പോകാൻ വരുന്നോ? ഇല്ലടാ, ഞാൻ ഈ ബുക്ക് ഒന്ന് കൊടുത്തിട്ട് വരാമേ, നിങ്ങൾ പൊക്കോ. ഓക്കെ, ഞങ്ങളവിടെ കാണേ. ഓ ഇങ്ങനെ ആയ പരീക്ഷയ്ക്ക് എന്തോ എഴുതുമെന്തോ. അതോർത്ത് വെറിയിടാവണ്ട. ഞാനും ഇങ്ങനെ തന്നെയല്ലേ, പക്ഷേ ഇതുവരെ ഒന്നും ഫെയിലായിട്ടില്ല. അതിൻ്റെ തുറപ്പിച്ചിട്ടാണ് ഇപ്പോൾ ആ ബുക്കുമായിട്ട് പോയത്. അവനുള്ളപ്പോൾ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അവൻ എക്സാം ആകുമ്പോൾ പേടിച്ചിരുത്തി പഠിപ്പിച്ചോളും. പിന്നെ എൻ്റെ അടുത്ത് ക്ലാസ്സിൽ വെച്ച് എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ, ഏതൊക്കെയോ ഗ്യാങ്ങോ ഒരു പേര് ഓർമ്മ കിട്ടുന്നില്ല. അതെന്താ? ഇനിയില്ല സ്റ്റീവൻ്റെ കണക്ക് വേറെ ആരെങ്കിലും ആണോ? ആണെങ്കിൽ നേരത്തെ പറയണേ, എനിക്ക് പോയി ചേട്ടാന്നൊന്നും വിളിച്ച് നാണം കെടാൻ വയ്യ. അവർ സ്റ്റീഫൻ്റെ കണക്കൊന്നുമല്ല. ചുമ്മാ ആരെയും കയറി ചൊറിയാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും പോയില്ല. അല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് കുറച്ച് വലിയ പ്രശ്നമായിരിക്കും. ചുമ്മാ അവരുടെ അടുത്ത് ചെന്ന് കയറായിരുന്നാൽ മതി, അവരവരുടെ കാര്യം നോക്കി നടക്കും. ആര്യനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് ആര്യനെ അറിയില്ല? അപ്പോൾ ആര്യനും അവൻ്റെ ഫ്രണ്ട്സും? ഇല്ല, എനിക്കറിയത്തില്ല. ഇങ്ങനൊരു പേര് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. ബെസ്റ്റ്. എന്നാൽ നിനക്ക് നല്ലൊരു സർപ്രൈസിനുള്ള ഭാഗ്യമുണ്ട്. അപ്പം നീ ആദ്യം ആര്യനാരെന്ന് അറിഞ്ഞിട്ട് ബാ. അപ്പോൾ ഞാൻ ബാക്കി കഥയും ഗ്യാങ്ങിൻ്റെ കഥയും എല്ലാം പറഞ്ഞുതരാം. എന്തായാലും ഞാനായിട്ട് നിനക്ക് ആര്യനാരെന്ന് പറഞ്ഞു തരില്ല, അത് നീ തന്നെ അധികം വൈകാതെ അറിഞ്ഞോളൂ. ഇത്രയും പറഞ്ഞിട്ട് ഒരുമാതിരി അങ്ങ് പറയുന്നേ. എടാ, ആ കുട്ടിയല്ലേ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത്? ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്റെ പൊന്ന് സ്റ്റീഫ, ഞാൻ നേരത്തെ നിന്റെ അടുത്ത് പറഞ്ഞു, വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കരുതേ. എടാ, നീ ഇങ്ങനെ പേടിക്കാതെ. ഞാൻ പോയിട്ട് താ വരുന്നു. ഹായ് അരുവി, ഈ ചേട്ടനെ ഓർമ്മയുണ്ടാവും? വന്നില്ല, പോവാ. അല്ല, ഇതെന്താ സംഭവം? നേരത്തെ ഞാൻ വന്നപ്പോ നീല നടന്ന് കൂക്കി വാന്ന് പറഞ്ഞു. ഇപ്പൊ അതാ നേരെ തിരിച്ചു. അത് ഞാൻ നിങ്ങൾ പോവാൻ വേണ്ടി വരുന്ന സിഗ്നലോ? ഇന്ന് നില്ല കുഞ്ഞെ. സ്റ്റീഫ, വഴി മാറ്, ഞങ്ങൾക്ക് പോണം. നില, നീ പൊക്കോ. നിന്റെ അടുത്ത് ആരും നിൽക്കാൻ പറഞ്ഞില്ല. ഞാൻ അരുവിയുടെ അടുത്തല്ലേ പറഞ്ഞേ. നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരേടി. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാനൊന്നുമില്ല. പിന്നെ നിലയ്ക്ക് എൻ്റെ കാര്യം നോക്കാനുള്ള അവകാശം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓ, പുതിയ കുട്ടിയുടെ ടോണൊക്കെ മാറിയല്ലോ സംസാരത്തിന്റെ. നിന്റെ അടുത്തിട്ട് നിൽക്കാൻ പറഞ്ഞേ. നില്ലടി അവിടെ. വീട്ടിട്ടോ എൻ്റെ കൈ. സ്റ്റീഫ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. വിടറ അവളെ. വാ കുക്കി. പൊക്കോ, പിന്നെ ഞാൻ എടുത്തോളാട്ടോ. എന്റെ പൊന്ന് സ്റ്റീഫ, നിനക്ക് എന്താണ്? ആരെങ്ങാനും ഇത് അറിഞ്ഞോണ്ടല്ലോ, വെറുതെ കാർത്തിയുടെ അടുത്ത് ഉടക്കാൻ നിൽക്കണ്ട. ഷടാ, ഇതിപ്പോ ഞാൻ എന്തോ ഇത്? ഞാൻ കൊച്ചുമായിട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോ അവനല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ അവൾക്ക് ഇച്ചിരി തിളപ്പ് കൂടി, അതാണ് ഞാൻ കൈകറി പിടിച്ചത്. നീ ഒന്നും ചെയ്തില്ല, ഇനി നീ കൂടുതലൊന്നും ചെയ്യാതെ വാ. കുക്കി, നീ ഓക്കെ അല്ലേ? യെസ് കാർത്തി, ഐ ആം ഫൈൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇല്ല, നീ ഇവിടെ നോക്കണേ, ഞാൻ ഇപ്പോൾ വരാം. കുക്കി, നില കൂടുതലൊന്നും എൻ്റെ അടുത്ത് സംസാരിക്കണ്ട. ഞാൻ ഓക്കെയാണ്, എനിക്കൊരു കുഴപ്പമില്ല. നമുക്ക് ലൈബ്രറി പോയാലോ? ഓക്കെ, ബാ പോവാ. ഇത്രയും പ്രശ്നക്കാരനായിട്ട് എന്താ ഇവനെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാത്തെ? ഇവനെതിരെ കംപ്ലയിൻസ് ഒന്നും കൊടുക്കൂലേ? കംപ്ലയിൻസ് ഒക്കെ കുറേ കൊടുത്തതാ കുക്കി.
അവൻ ഇഷ്ടം പോലെ ഓട്ടോ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ TC കൊടുത്തു വിട്ടിട്ടില്ല. അത് സംഭവം മാനേജ്മെൻറ്റും ഇവനും തമ്മിൽ ഒരു ചെറിയ പിടിയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അവൻ ഇപ്പോഴും ഇവിടെ കാണുന്നത്. ഓ, ഇങ്ങനെയുള്ളവന്മാർക്കൊക്കെ എന്തെങ്കിലും പണി കിട്ടിക്കോളും. പണിയല്ലേ, അത് ഉറപ്പായിട്ടും കിട്ടും. ഇതിപ്പം ആര്യനും ഗ്യാങ്ങൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇവ ഇത്രയും കിടന്ന് വിളച്ചിലെടുക്കുന്നത്. അവർ വരുമ്പോഴത്തേനും ഇവൻ കുറച്ച് ഒതുങ്ങിക്കോളും. ഇല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് നല്ല കിട്ടും. ഇതാണ്ട് വീണ്ടും ആര്യൻ. എന്തു വന്നില്ല, കുറേ നേരമായി നീ പേര് പറയുന്നു. എനിക്കൊന്ന് പറഞ്ഞതാ. ഹുയിസി. ഇതിൻ്റെ ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞതാ മോളൂ. കാർത്തി വിളിക്കുന്നുണ്ടല്ലോ. എന്താടാ? ആണോ? ഓക്കെ, ഞാൻ പറയാം. ദേ കാർത്തി വിളിച്ചു. അവൻ ഗേറ്റിൻ്റെ അവിടെ ഇപ്പോൾ ഉണ്ട്. അങ്ങോട്ട് ചെല്ലാൻ, വീട്ടിൽ പോകാൻ. നീ പറയണ്ട, ഞാൻ പോവുക. ബൈ. എൻ്റെ പൊന്നു പെണ്ണ്, നീ ഇങ്ങനെ തിരക്ക് കൂട്ടണ്ട. ഉറപ്പായിട്ടും ഉടനെ നീ അറിയും. ഞാൻ പറഞ്ഞില്ലേ, അതറിയുമ്പോൾ നിനക്ക് വല്ലാത്തൊരു സർപ്രൈസ് ആയിരിക്കും. അപ്പം ഞാൻ ഇപ്പോഴേ പറഞ്ഞ് നിൻ്റെ ആ ഒരു ഷോക്ക് കളയുന്ന എങ്ങനെയാ? നീ അത് നേരിട്ട് തന്നെ കണ്ട് അനുഭവിച്ചാൽ മതി. ഓ ശരി, ആയിക്കോട്ടെ, ഞാൻ പോവാണേ. എന്നാലും ആരായിരിക്കും ഈ ആര്യൻ? ഒടുക്കത്തെ ബിൽഡപ്പൊക്കെ ആണല്ലോ. വെയിറ്റ് ചെയ്യാം, ചെയ്തല്ലേ പറ്റൂ, അല്ലാതെ എങ്ങനെ അറിയാനാ? എന്നാലും ആര്യൻ